അപകീർത്തി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ബി.ജെ.പി. നേതാക്കളായ അനിൽ ആന്റണിക്കും കെ സുരേന്ദ്രനും തിരിച്ചടി. കേസ് റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ടി.ജി. നന്ദകുമാറിന്റെ പരാതിയിലായിരുന്നു കേസ്. പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് നേരത്തെ നന്ദകുമാർ നോട്ടീസ് അയച്ചിരുന്നു. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, ബി.ജെ.പി. നേതാക്കൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. കേസ് തള്ളണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ എന്തുകൊണ്ടാണ് കോടതി ആ ആവശ്യം പരിഗണിക്കാതിരുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അനിൽ ആന്റണിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ടി.ജി. നന്ദകുമാർ രംഗത്തെത്തിയിരുന്നു. അന്ന് CBI കൗൺസിൽ നിയമിക്കാമെന്ന് ആവശ്യപ്പെട്ട് തന്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിരോധ വകുപ്പിലെ ആന്റണി മന്ത്രിയായിരുന്ന കാലത്ത് പ്രതിരോധ വകുപ്പിലെ സുപ്രധാന രേഖകൾ പുറത്തുവിട്ടതടക്കമുള്ള വിശദാംശങ്ങളാണ് അന്ന് നന്ദകുമാർ പുറത്തുവിട്ടത്. ഇതിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കെ സുരേന്ദ്രൻ, അന്നത്തെ ബി.ജെ.പി. അധ്യക്ഷനാണ് സുരേന്ദ്രൻ, അദ്ദേഹവും അതോടൊപ്പം തന്നെ അനിൽ ആന്റണിയും അതിരൂക്ഷ വിമർശനവുമായി നന്ദകുമാറിനെതിരെ രംഗത്തിരുന്നു. ഈ കേസിലാണ് ദല്ലാൽ നന്ദകുമാർ എന്നറിയപ്പെടുന്ന ടി.ജി. നന്ദകുമാർ ജില്ലാ കോടതിയിൽ ഒരു ഡിഫാമേഷൻ കേസ് ഫയൽ ചെയ്തത്. 25 ലക്ഷം രൂപ നൽകണം, അതല്ലെങ്കിൽ പരസ്യമായി മാപ്പ് പറയണം എന്നതുൾപ്പെടെയുള്ളതായിരുന്നു ആവശ്യം. ഇതിനെതിരെയാണ് ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചത്. തങ്ങൾക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്നുള്ള ആവശ്യത്തിൽ നേരത്തെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് ഉൾപ്പെടെ ഇറക്കിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതിന്റെ അന്തിമ ഉത്തരവ് ജസ്റ്റിസ് VG അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായത് ഇരുവരും ഈ വിചാരണ കോടതിയിൽ നടക്കുന്ന കേസുമായി സഹകരിക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഇതിന്റെ വസ്തുതാപരമായ വിശദീകരണങ്ങൾ നൽകാനുണ്ടെങ്കിൽ അത് വിചാരണ കോടതിയെ ബോധ്യപ്പെടുത്തുക, അല്ലാതെ കേസ് റദ്ദാക്കുന്ന കാര്യമില്ലെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇരുവരെ സംബന്ധിച്ചും കനത്ത തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നന്ദകുമാറിന്റെ ഹർജി. ആ ഹർജിയാണ് ഇപ്പോൾ റദ്ദാക്കണമെന്നുള്ള ഇരുവരുടെയും ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ശരി, അഹമ്മദ് മുജ്തബയാണ് വിശദാംശങ്ങൾ നൽകിയത്.